ഒരു കാർ വേഗത്തിൽ വന്ന് എയർപോർട്ടിൽ സ്റ്റോപ്പ് ചെയ്യുന്നു. അതിനകത്തുണ്ടായിരുന്ന ആൾ വളരെ അസ്വസ്ഥനായി എയർപോർട്ടിനകത്തേക്ക് കയറി പോകുന്നു. അയാൾ അവിടെ വന്നതിന് ശേഷമാണ് ഒരു ഫ്ലൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അതിനുശേഷം അയാൾ വളരെയധികം അക്ഷമനായി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോഴാണ് അയാൾ അവിടെ ടിവിയിൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ന്യൂസ് വായിച്ചുകൊണ്ടിരുന്നയാൾ മയങ്ങിക്കിടക്കുന്നു. അപ്പോൾ എന്ത് പറ്റിയെന്നറിയാനായി ഒരു ലേഡി ചാനൽ മാറ്റി നോക്കുന്നു. അതിലും ഇത് തന്നെയാണ് അവസ്ഥ. ഒരു ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നവരെല്ലാം മയങ്ങിക്കിടക്കുകയാണ്. ഇയാൾ വീണ്ടും അസ്വസ്ഥനായി അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു ഗാർഡിന്റെ അടുത്തേക്ക് വരുന്നു. അയാളെ അടിച്ചിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ഗണ്ണും എടുത്തുകൊണ്ട് ഒരു ഫ്ലൈറ്റിനകത്ത് വന്ന് കയറുന്നു. എന്നിട്ട് പൈലറ്റിനെ ഗണ്ണ് കാണിച്ച് വിരട്ടി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പറയുന്നു. പൈലറ്റ് ഗണ്ണിൽ കയറി പിടിക്കുന്നു. അറിയാതെ പൈലറ്റിന്റെ കയ്യിൽ വെടികൊള്ളുന്നു. അതുകൊണ്ട് അയാൾക്ക് ഇനി ഫ്ലൈറ്റ് പറത്താൻ കഴിയില്ല. മാത്രമല്ല അതിൽ കോ പൈലറ്റുമില്ല. ഇയാൾ കോക്പിറ്റിൽ നിന്ന് പുറത്തു വന്ന് ഫ്ലൈറ്റ് പറത്താൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവൾ എനിക്ക് ഹെലികോപ്റ്റർ പറത്താൻ അറിയാമെന്ന് പറയുന്നു. ഇവർ മൂന്നുപേരും കോക്പിറ്റിലായിരിക്കുമ്പോഴാണ് ഇയാൾ ഇവരോട് ഒരു കാര്യം പറയുന്നത്. ആക്ച്വലി സൂര്യപ്രകാശമേറ്റ് ലോകത്തിൽ കുറേയധികം ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം വരാത്ത ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് ഇയാൾ പറയുന്നു. പക്ഷെ ഇവർ ഇക്കാര്യം വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അതിനുശേഷം അവർ ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ വരുമ്പോഴാണ് അവർക്കത് സത്യമാണെന്ന് മനസ്സിലാവുന്നത്. കാരണം ആ എയർപോർട്ടിൽ ഫ്ലൈറ്റുകളെല്ലാം തീ കത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ അവിടെ ലാൻഡ് ചെയ്യാതെ മറ്റൊരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നു.